ഹലോ. ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ളവരായിരിക്കില്ലേ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കതൊന്ന് വരയ്ക്കാൻ തോന്നാറില്ലേ? എന്നാൽ അതെങ്ങനെ വരയ്ക്കും? ഇത്ര ടഫാണോ? ഇതൊക്കെയാവും നമ്മളെ മനസ്സിൽ ആദ്യം വരിക. ഇന്നൊരു ടഫായിട്ടുള്ള ചിത്രം വരയ്ക്കാൻ പഠിച്ചാലോ? കാണുമ്പോൾ മാത്രമേ ടഫായിട്ടുള്ളൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ എല്ലാവരും ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കി വരയ്ക്കാം. ഇല്ലെങ്കിൽ സ്കെച്ച് എടുത്താലും മതി കേട്ടോ. സിമ്പിളാണ് വരയ്ക്കാൻ. എന്നിട്ട് ജസ്റ്റ് പേപ്പറിലൊന്ന് ടച്ച് ചെയ്ത് ഫസ്റ്റ് ലെയർ ഷെയ്ഡ് ചെയ്യാം. ബബിളായി കാണുന്ന ഭാഗത്തും ക്രീം താഴേക്ക് ഒലിച്ചിറങ്ങിയ ഭാഗത്തും മാത്രം ഷെയ്ഡിങ് കൊടുത്താൽ മതി. എന്നിട്ട് പെൻസിൽ കൊണ്ട് വൈറ്റ് പാർട്ടും ബ്ലാക്ക് പാർട്ടും ഒന്ന് വേർതിരിച്ച് വരയ്ക്കാം. ബ്ലാക്ക് പാർട്ട് വരുന്ന ഏരിയയിൽ 6B പെൻസിൽ വെച്ചിട്ട് പ്രഷർ കൊടുത്ത് ഡാർക്കൺ കൊടുക്കുക. വൈറ്റ് പോർഷൻ അതുപോലെ തന്നെ വിടുക. നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ ഷെയ്ഡിങ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗം അത് മാത്രം മതി, വേറെ ഷെയ്ഡിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ എല്ലാ ബബിൾസും ചെയ്തെടുക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ ട്യൂട്ടോറിയൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ബാക്കി വീഡിയോസ് കണ്ടു നോക്കുക, വരച്ച് നോക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള നമ്മളെ സ്കില്ല് ഇമ്പ്രൂവ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും വരച്ച് നോക്കുക. എന്നിട്ട് ഇൻസ്റ്റയിലൊക്കെ എനിക്ക് അയച്ചു തരിക കേട്ടോ. ഇനി എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും വരച്ച് നോക്കുക. സിമ്പിളാണ് വരയ്ക്കാൻ. നമ്മൾ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. പിന്നെന്താ, ഇനി ക്രീം ഒലിച്ചിറങ്ങിയ ഭാഗത്ത് ഇതുപോലെ തന്നെ വരയ്ക്കാം. ചില ഏരിയകളിൽ നല്ല ഡാർക്കണും ചിലതിൽ അധികം ഡാർക്ക് കൊടുക്കാതെയും ചില ഏരിയയിൽ വൈറ്റ് ആക്കിയും മാത്രം കാണിക്കുക. ഓക്കെ. കേക്കിൻ്റെ താഴെ ഭാഗത്തും നമുക്കധികം ഷെയ്ഡിങ്ങിൻ്റെ ആവശ്യമില്ല. അവിടെ ഡോട്ടുകൾ കൊടുത്തിട്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ഹൈലൈറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അതായത് നമുക്ക് വൈറ്റ് പാർട്ട് വരുന്ന ഭാഗത്ത് നമ്മളധികം ഷെയ്ഡിങ് ചെയ്യാൻ പാടില്ല. ആ ഒരു വൈറ്റ് ഭാഗം എടുത്ത് കാണിക്കുന്നതാണ് ഈ ഒരു പിക്ചറിനെ റിയലിസ്റ്റിക് ആക്കി മാറ്റുന്നത് കേട്ടോ. പൊതുവേ ഈ ഒരു ഹൈലൈറ്റിങ് കൊടുക്കുന്ന ചിത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കാൻ. കാരണം അത് നമ്മൾ ആ ഒരു പോർഷൻ, ആ ഒരു വൈറ്റ് ഭാഗം നമ്മൾ ഒഴിച്ചിടുമ്പോൾ തന്നെ നമ്മളെ ചിത്രത്തിന് ഒരു റിയലിസ്റ്റിക് ഫീൽ വരും. അപ്പോൾ നമുക്ക് ഒരു ചിത്രം വരച്ച് നന്നായാൽ പിന്നെ അടുത്ത ചിത്രം വരയ്ക്കാനൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും വരച്ച് നോക്കുക. ഇത് അതുപോലത്തെ ഒരു ചിത്രമാണ്. പിന്നെന്താ, നെക്സ്റ്റ് നമുക്ക് കേക്ക് ഇരിക്കുന്ന പ്ലേറ്റ് വരയ്ക്കാം. ഒരു വൈറ്റ് പ്ലേറ്റാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഷെയ്ഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്ലേറ്റിൽ നമുക്കൊരു ചെറിയതായിട്ടൊരു ബ്ലാക്ക് ഡിസൈൻ കൊടുക്കാം. താഴെ പ്ലേറ്റിൻ്റെ ഷാഡോ കൂടി വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ടഫാണെന്ന് കരുതി വരയ്ക്കാതിരുന്ന ഒരു പിക്ചറാണ് അല്ലേ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും വരച്ച് നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കാണിക്കുക. പിന്നെ നമ്മളെ ചാനലിൽ ഇനി വേറെ ഏതെങ്കിലും ചിത്രങ്ങൾ വരച്ച് കാണണം എന്നുണ്ടെങ്കിൽ അത് പറയുക. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് വരച്ച് കാണിക്കാം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ അടുത്ത വീഡിയോ ഇടാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.